നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിന് മുൻപ് ഓരോ കാര്യങ്ങൾ ചെയ്യാറില്ലേ? അതിന്റെ പേരിൽ പിന്നെ വിഷമിക്കാറുമുണ്ടോ? അപ്പോ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഖേദത്തിലേക്കാണോ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്കൊരു പഴയ കഥ കേട്ടാലോ? വളരെ ശക്തമായ ഒരു പാഠം നൽകുന്നൊരു കഥയാണിത്. ശരി, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ ദേവശർമ്മ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ കടന്നുവരികയാണ്. ആ വരവോടെ കഥയുടെ ഗതി തന്നെ മാറാൻ പോവുകയാണ്. ഒരു വേറിട്ട കുടുംബം, അതായത് ഒരു കുട്ടിയും കീരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോ ശരിക്കു പറഞ്ഞാൽ വളരെ സമാധാനവും സ്നേഹവും നിറഞ്ഞൊരു കുടുംബമായിരുന്നു അത്. പക്ഷേ നിങ്ങൾക്കറിയാവല്ലോ, കഥകളിൽ എപ്പോഴും ഒരു ട്വിസ്റ്റുണ്ടാകും. ഇവിടെയും ആ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കാൻ പോകുന്നില്ലായിരുന്നു. അപ്പോ സംഭവിച്ചതെത്താണ്, ഈ ബ്രാഹ്മണനും ഭാര്യയ്ക്കും ഒരു മകൻ ജനിച്ചു. കറക്റ്റ് അതേ ദിവസം തന്നെ അവരുടെ വീടിനടുത്ത് ഒരു കീരിയും പ്രസവിച്ചു. ആ കീരിക്കുഞ്ഞിനെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് ഒരുപാട് ദയ തോന്നി. അങ്ങനെ അവരതിനെയും സ്വന്തം മകനെ പോലെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ കുട്ടിയും കീരിക്കുഞ്ഞും ശരിക്കും പറഞ്ഞാൽ സഹോദരങ്ങളെപ്പോലെയാണ് ഒരുമിച്ച് വളർന്നു വന്നത്. അങ്ങനെ ആ രണ്ട് കുട്ടികൾക്കിടയിൽ, അതായത് നമ്മുടെ മനുഷ്യക്കുട്ടിയും കീരിക്കുഞ്ഞും തമ്മിൽ വലിയൊരു സ്നേഹബന്ധം തന്നെ വളർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ആ കീരി വെറുമൊരു വളർത്തുമൃഗമായിരുന്നില്ല. അല്ല, ഒരിക്കലുമല്ല. അത് ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയായിരുന്നു. ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും വിശ്വസ്തനായ കാവൽക്കാരൻ എല്ലാം ആ കീരിയായിരുന്നു. അപ്പോ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് അപകടത്തിന്റെ വരവാണ്. ആ ദുർബലമായ ഒരു നിമിഷം എങ്ങനെയാണ് കാര്യങ്ങൾ തകിടം മറിക്കുന്നതെന്ന് നോക്കാം. അതുവരെ സന്തോഷമായി പോയിരുന്ന ആ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അപകടം കടന്നുവരികയാണ്. ശരിക്കും ഒരൊറ്റ നിമിഷം മതിയായിരുന്നു എല്ലാം മാറ്റിമറിക്കാൻ. അങ്ങനെ ഒരു ദിവസം ആ ബ്രാഹ്മണന്റെ ഭാര്യ വെള്ളം കോരാനായിട്ട് പുറത്തേക്ക് പോയി. വളരെ സാധാരണമായൊരു കാര്യമല്ലേ, എന്നും ചെയ്യുന്നൊരു പ്രവൃത്തി. പക്ഷേ ആ ഒരു സാധാരണ പ്രവൃത്തിയായിരുന്നു വരാൻ പോകുന്നൊരു വലിയ ദുരന്തത്തിന്റെ തുടക്കം കുറിച്ചത്. അപ്പോ അമ്മ പുറത്തുപോയ സമയത്ത് കുഞ്ഞ് തൊട്ടിലില് നല്ല സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. അവന് കാവലായിട്ട് ആ വിശ്വസ്തനായ കീരി തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ എല്ലാം സേഫാണ്, അല്ലേ? പക്ഷേ വിധി അവർക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ ഒരു പാമ്പ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അത് നേരെ പാഞ്ഞെടുത്തത് തൊട്ടിലിലുറങ്ങുന്ന ആ കുഞ്ഞിന്റെ അടുത്തേക്കായിരുന്നു. അതെ, ആ വീട്ടിലേക്ക് ഒരു വലിയ ഭീഷണി ഇഴഞ്ഞെത്തുകയാണ്. ഇനി അങ്ങോട്ട് കഥയുടെ ഗതി പൂർണ്ണമായി മാറാൻ പോവുകയാണ്. അടുത്തത് ഒരു ധീരകൃത്യമാണ്, ഒരു സംരക്ഷകന്റെ പരമമായ ത്യാഗം. ആപത്ത് തൊട്ടു മുന്നിൽ കണ്ട ആ കീരി താൻ ആരാണെന്ന് ശരിക്കും കാണിച്ചുകൊടുത്തു. കൂറിന്റെയും ധൈര്യത്തിന്റെയും അവിശ്വസനീയമായ ഒരു പ്രകടനം തന്നെയായിരുന്നു അത്. ആ കുഞ്ഞിന് നേരെ പാമ്പ് വരുന്നത് കണ്ടതും ആ കീരി ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. അത് പാമ്പിനെ ചാടി വീണ് ആക്രമിച്ച് കഷ്ണങ്ങളാക്കി. തന്നോടൊപ്പം ഒരു സഹോദരനെപ്പോലെ വളർന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അത് ഉഗ്രമായി തന്നെ പോരാടി. ആ പോരാട്ടം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും കീരിയുടെ വായിൽ മുഴുവൻ പാമ്പിന്റെ രക്തം പുരണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച ഒരു വീരകൃത്യത്തിന്റെ തെളിവായിരുന്നു, അല്ലേ? പക്ഷേ അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ദുരന്തം. ആ തെളിവ് താമസിയാതെ ഒരു കൊലപാതകത്തിന്റെ അടയാളമായി തെറ്റിദ്ധരിക്കപ്പെടാൻ പോവുകയായിരുന്നു. ഇനിയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ ഭാഗം. ഒരു മാരകമായ തെറ്റ്, ഒരൊറ്റ നിമിഷത്തിൽ എടുത്തു ചാടിയെടുത്ത ഒരു തീരുമാനം. അപ്പോ വെള്ളം കോരാൻ പോയ ആ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഭയവും പിന്നെ കയ്യിലുള്ള അപൂർണമായ വിവരങ്ങളും വെച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് അവർ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായൊരു തീരുമാനം എടുക്കാൻ പോകും. അപ്പോ യജമാനത്തി വരുന്നത് കണ്ടതും കീരിക്ക് വലിയ സന്തോഷമായി. താൻ ചെയ്ത ആ വലിയ കാര്യത്തെക്കുറിച്ച് അറിയിക്കാനും അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനുമായി അത് വാതിലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആലോചിച്ചു നോക്കൂ, കുടുംബത്തെ രക്ഷിച്ച ആ വിശ്വസ്ത മൃഗം അമ്മയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ എന്ത് തിടുക്കത്തിലായിരിക്കും ഓടിയിട്ടുണ്ടാവുക. അപ്പോ എന്താണ് ആ സ്ത്രീയുടെ മനസ്സിൽ ആ നിമിഷം സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി അവർ വാതിൽക്കൽ കീരിയെ കണ്ടു. രണ്ടാമത് അതിന്റെ വായിലെ രക്തം ശ്രദ്ധിച്ചു. അത്രേ വേണ്ടി വന്നുള്ളൂ. അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയെ വന്നുള്ളൂ, അയ്യോ, ഇതെന്റെ കുഞ്ഞിനെ കൊന്നു. ആ ഒരൊറ്റ അനുമാനത്തിൽ, ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. കയ്യിലിരുന്ന വെള്ളം നിറച്ച കുടമെടുത്ത് ആ പാവം മൃഗത്തിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു. അതോടെ ആ കീരി അവിടെ തന്നെ ചത്തുവീണു. ഒരൊറ്റ പ്രവൃത്തി, എല്ലാം അവസാനിച്ചു. ചിന്തിക്കാതെ എടുത്ത ആ തീരുമാനം പിന്നീട് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തമായി മാറി. അപ്പോ ഇനി വരുന്നത് ഖേദവും അതിൽ നിന്നുള്ള പാഠവുമാണ്. ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടാൻ പോവുകയാണ്.
താൻ ചെയ്ത തെറ്റിന്റെ ആഴം ആ സ്ത്രീ തിരിച്ചറിയാൻ പോകുന്ന നിമിഷങ്ങളാണിത്. ആ സത്യമറിയുമ്പോൾ അവരുടെ ഹൃദയം തകർന്നു പോകും, ഉറപ്പാണ്. കീരിയെ കൊന്നതിനു ശേഷം അവർ പരിഭ്രാന്തയായി അകത്തേക്ക് ഓടിച്ചെന്നു. അവിടെ അവർ കണ്ട കാഴ്ച എന്താണെന്നോ? തൊട്ടിലിൽ ഒരു പോരൽ പോലും ഏൽക്കാതെ അവരുടെ മകൻ സുഖമായി ഉറങ്ങുന്നു. ആ കാഴ്ച കണ്ടതും അവരുടെ മനസ്സിലെ ഉറച്ച വിശ്വാസം പതുക്കെ ഇളകാൻ തുടങ്ങി. ഭയം മാറി അവിടെ ഒരു സംശയമുടലെടുത്തു. അങ്ങനെ ചുറ്റും നോക്കിയപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. തൊട്ടിലിനടുത്തായി കഷണങ്ങളായി ചത്തുകിടക്കുന്ന ആ വലിയ പാമ്പ്. അപ്പോ കീരിയുടെ വായിൽ കണ്ട രക്തം അത് പാമ്പിൻ്റേതായിരുന്നു. ആ കീരിയുടെ ധീരതയുടെ യഥാർത്ഥ തെളിവ് അവരുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ നിമിഷം ആ സത്യം ഒരു ഇടിത്തീ പോലെയായിരിക്കും അവരുടെ മനസ്സിൽ വന്ന് പതിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരെന്താണ് വിശ്വസിച്ചത്? കീരി ഒരു കൊരയാളിയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? കീരി ഒരു വീരനായിരുന്നു. അവർ വിചാരിച്ചു അത് തന്റെ കുഞ്ഞിനെ ആക്രമിച്ചെന്ന്. പക്ഷെ അത് കുഞ്ഞിനെ സംരക്ഷിക്കുകയായിരുന്നു. അത് ശിക്ഷ അർഹിക്കുന്നു എന്ന് കരുതി. എന്നാൽ സത്യത്തിൽ അത് പ്രശംസയാണ് അർഹിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു അന്തരം അത് ശരിക്കും ഹൃദയഭേദകമായിരുന്നു. കുഞ്ഞ് സുരക്ഷിതനാണെന്ന ആശ്വാസമായിരുന്നില്ല ആ അമ്മയ്ക്ക് അപ്പോൾ തോന്നിയത്. അല്ല, മറിച്ച് താൻ ചെയ്ത ആ മാരകമായ തെറ്റിനെക്കുറിച്ചോർത്ത് അടക്കാനാവാത്ത ദുഃഖവും പശ്ചാത്താപവുമാണ് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞത്. അതുകൊണ്ടാണ് പഴമക്കാർ ഇങ്ങനെ പറയുന്നത്, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവൻ പിന്നീട് ഖേദിക്കുന്നു. തലമുറകളായി നമ്മൾ ഈ കഥയൊക്കെ കേൾക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇതിൽ വളരെ ശക്തമായ, എല്ലാവർക്കും എപ്പോഴും ബാധകമായ ഒരു സത്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. അപ്പോ ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്, അല്ലേ? എടുത്തുചാടി അല്ലെങ്കിൽ ദേഷ്യത്തിൽ അതുമല്ലെങ്കിൽ ഭയത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒടുവിൽ നമ്മളെ ദുഃഖത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കൂ. നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വിവേകം കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും ശരിക്കും അറിയുന്നതിന് മുൻപ് നമ്മൾ എത്ര തവണ ഇതുപോലെ എടുത്തുചാടി ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? ഈ പഴയ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. എന്ത് ചെയ്യുന്നതിനു മുൻപും പ്രതികരിക്കുന്നതിനു മുൻപും ഒരൊറ്റ നിമിഷം ഒന്ന് ചിന്തിക്കുക. കാരണം ആ ഒരു നിമിഷത്തെ ചിന്തിക്ക് ഒരുപക്ഷെ ഒരുപാട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും.